കോർപ്പറേറ്റിൽ ചെല്ലുമ്പോൾ എങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ കിട്ടി. എനിക്ക് ഇന്റർവ്യൂ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ പറ്റി. എങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഐഡിയ. ഇൻവൈസറിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് മോക്ക് ഇന്റർവ്യൂ ആയിരുന്നു. നമ്മൾ കോർപ്പറേറ്റിൽ ചെല്ലുമ്പോൾ എങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ കിട്ടി. നമ്മുടെ സി വിയിൽ വരുത്തേണ്ട കറക്ഷൻസ്, നമ്മൾ കോമൺലി വരുത്തുന്ന മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റി. ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ടെക്നിക്കൽ സൈഡും നമ്മുടെ HR സൈഡും ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ക്ലിയർ ഐഡിയ കിട്ടി. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു, എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷേ വിചാരിച്ച പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നില്ല. നമ്മളിവിടെ ചെയ്ത കാര്യങ്ങൾ തന്നെയായിരുന്നു കൂടുതലായിട്ട് അവർ ചോദിച്ചത്. അത് ചോദിച്ചത് വേറെ രീതിയിലായിരുന്നു. നമ്മളെങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യണു എന്നൊരു ഇതിലാണ്. ഈ ഒരു ഇൻ്റർവ്യൂ കാരണം കൊണ്ട് തന്നെ എനിക്കിപ്പോൾ കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടായി. എൻ്റെ കരിയറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. കാരണം കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ വന്നിട്ട് ഇപ്പം ഫസ്റ്റ് മോക്ക് ഇന്റർവ്യൂ ആണ് ഇപ്പോൾ കഴിഞ്ഞ്. ആൻഡ് ഇവിടെ വന്നപ്പോഴാണ് എന്തൊക്കെ കറക്ഷൻസ് സി വിയിൽ നമ്മൾ വരുത്തണം, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ആൻഡ് കുറെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ പറ്റി. ആൻഡ് കുറെ കറക്ഷൻസ് വരുത്തണം, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. എനിക്ക് ഇന്റർവ്യൂ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിലേക്ക് വരുന്നത്. എങ്ങനെ ഇന്റർവ്യൂവിലോ പെർഫോം ചെയ്യണമെന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ എൻ്റർ ചെയ്ത സമയത്ത് കോൺഫിഡൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റി.